السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات تدبر القرآن تحت إشراف فهم القرآن على أيسر طريق. നമ്മൾ ഗ്രാമർ അവസാനം എന്തായിരുന്നു പഠിച്ചത്? നാമാന്ത്യം പുല്ലിംഗ ബഹുവചനങ്ങളിൽ നിന്നാണ് പഠിച്ചത്. അപ്പോ എപ്പോഴാണ് ഊന വരുന്നത്? മുസ്ലിമൂന, മുഅ്മിനൂന, മുനാഫിഖൂന വരുന്ന എപ്പോഴാണ്? ആരും കേൾക്കുന്നില്ലേ? ഹൽ തസ്മഊൻ, അലാ തസ്മഊൻ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പുല്ലിംഗ ബഹുവചനത്തിൽ. എപ്പോഴാണ് മുസ്ലിമൂന വരുന്നത്? പുല്ലിംഗ ബഹുവചനത്തിൽ. പുല്ലിംഗ ബഹുവചനത്തിൽ ഊന വരുന്നത് എപ്പോൾ? ഫൈനൽ പരീക്ഷ എഴുതാത്തവരാങ്ങള്? സിൽവർ മുതൽ ചോദിക്കുന്നതാണ്. സിൽവർ, ഗോൾഡൻ, ഡയമണ്ട്, പ്ലാറ്റിനം. കഴിഞ്ഞ ക്ലാസ് എന്താ വ്യാകരണം? ഏകവചനത്തിൽ വമ്മത്ത് വരുമ്പോ ബഹുവചനത്തിൽ ഊന വരും. ഊന അല്ലെങ്കിൽ ഏകവചനത്തിൽ അമ്പത് വരുമ്പോഴല്ല, അമ്പത് വരുന്നതിന്റെ സ്ഥാനത്ത് ബഹുവചനമാണെങ്കിൽ ഊനായിരിക്കും വരും. എങ്ങനെ പറയണമെന്നറിയാത്തതാണ്. ഊന വന്നാൽ അത് ലമ്മത്തുള്ള അവസ്ഥയിലാണ് എന്നാണ്. ലമ്മ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. ഊന വന്നാൽ അത് ലമ്മ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. അത് പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം അതല്ലേ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അതാണ്. ഇനി എന്ത് വേണം? ഈന വരുന്നത് എപ്പോഴാണെന്ന് നോക്കണം. ഊന വരുന്നത് ലമ്മ ചെയ്യപ്പെടേണ്ട അവസ്ഥയിൽ ഊനയായിരിക്കും ഉണ്ടാവുക. ഫത്തഹ ചെയ്യപ്പെടേണ്ട അവസ്ഥയിൽ ഖലഖല്ലാഹുൽ അർദ. അപ്പം ഏകവചനത്തില് അൽ അർദ എന്ന് ഫത്തഹ വന്നു. റബ്ബുൽ ഫലഖി കസ്ർ വന്നു. നമ്മൾ കഴിഞ്ഞു. അതെ, കസ്ർ വന്നു. അല്ലമ ആദമൽ അസ്മാ. അപ്പൊ ഏകവചനങ്ങൾ, സാധാരണ ഏകവചനങ്ങളിൽ ഫത്തഹും കസറും വരും. വരേണ്ടപ്പോൾ ഫത്തഹും കസറും തന്നെ വരും. അസാധാരണ ബഹുവചനങ്ങളിലും അതേപോലെ തന്നെ ഏകവചനത്തിലും അസാധാരണ ബഹുവചനങ്ങളിലും ഫത്തഹ് വരേണ്ടപ്പോൾ ഫത്തഹും കസ്ർ വരേണ്ടപ്പോൾ കസ്റും വരും. അല്ലമ ആദമ അൽ അസ്മാ. അസ്മാ എന്താണ്? ബഹുവചനമാണ്, ബ്രോക്കൺ പ്ലൂറലാണ്, അസാധാരണ ബഹുവചനമാണ്. അവിടെ ഫത്തഹ് വരേണ്ട സ്ഥലത്ത് ഫത്തഹ് തന്നെ വരും. ഈ സുദൂരിന്നാസി, സുദൂർ ബ്രോക്കൺ പ്ലൂറലാണ്, അസാധാരണ ബഹുവചനമാണ്. അവിടെ കസ്ർ വരേണ്ട സ്ഥലത്ത് കസ്ർ തന്നെ വരും. ഓക്കെ. ഇനി സാധാരണ പുല്ലിംഗ ബഹുവചനങ്ങളാണെങ്കിൽ എന്ത് വരും എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. സാധാരണ പുല്ലിംഗ ബഹുവചനങ്ങളാണെങ്കിൽ ലമ്മത്ത് വരേണ്ട സ്ഥാനത്ത് ഫൽ യഅമലിൽ ആമിലൂന എന്ന് വരും. ഫൽ യഅമൽ പ്രവർത്തിക്കട്ടെ, ആര്? അൽ ആമിലൂന. അപ്പൊ എന്താണ്? അത് ലമ്മത്ത് വരേണ്ട സ്ഥാനത്ത് ലമ്മ തന്നെ വരും. ഇനി
പുല്ലിംഗ ബഹുവചനങ്ങളിൽ യൗമ യഷ്ഹദുഹുൽ മുഖറബൂന. അപ്പൊ എന്താണ്? ലമ്മത്ത് വരേണ്ട സമയത്ത് മുഖറബൂന ഊന വന്നു. യൗമ യഖൂലുൽ മുനാഫിഖൂന, യഖൂലുവിന്റെ കർത്താവാണ് മുനാഫിഖൂന. അപ്പോൾ ലമ്മത്ത് വരേണ്ട സ്ഥലത്ത് ഊന വന്നു. മുഖറബൂനയിൽ ഊന വന്നു, മുനാഫിഖൂനയിൽ ഊന വന്നു. യഷ്ഹദുവിന്റെ കർത്താവാണ് മുഖറബൂന, യഖൂലുവിന്റെ കർത്താവാണ് മുനാഫിഖൂന. അവിടേക്ക് എന്ത് വന്നു? ലമ്മ ചെയ്യപ്പെടേണ്ട അവസ്ഥയിൽ ഊന വരും. ഊന വന്നു. ഇനി നമ്മൾ ബാക്കിയുള്ളത് ഫത്തഹും കസ്റും വരുമ്പോൾ എന്ത് വരണം എന്നാണ്. ഫത്തഹ് വരികയോ കസ്റ് വരികയോ ചെയ്യുമ്പോൾ ലാ തുതിഇൽ കാഫിറ എന്ന് ഏകവചനം പറയുന്നത് എന്തിനാണ്? ബഹുവചനത്തിൽ എന്തുകൊണ്ട് അവിടെ ഈന വരുന്നു? അവിടെ ഈനയ്ക്ക് ഫത്തഹ് വരേണ്ട സ്ഥാനത്താണ് ഈന വന്നിരിക്കുന്നത്. ഏകവചനത്തിൽ ലാ തുതിഇൽ കാഫിറ എന്നാണ് വരുന്നത്. വൽ മുനാഫിഖ ഏകവചനമാകുമ്പോൾ എന്ത് ചെയ്യും? ഫത്തഹ് വെളിവാകും. ബഹുവചനമാകുമ്പോൾ ഈന വരും. എപ്പോൾ? ഫത്തഹ് വരേണ്ട സമയത്ത് ബഹുവചനമാകുമ്പോൾ ഈന വരും. ഇവിടെ എന്താണ്? ലാ തുതിഇൽ കാഫിരീന. കാഫിരീന എന്താണ്? കർമ്മത്തിന്റെ അവസ്ഥയിലാണ്. ഒബ്ജക്റ്റ് അഥവാ കർമ്മത്തിന്റെ അവസ്ഥയിലാണ്. ലാ തുതിഇൽ കാഫിരീന. നീ അനുസരിക്കരുത്. ആരെ അനുസരിക്കരുത്? അൽ കാഫിരീന. കാഫിരീന അനുസരിക്കരുത്, കാഫിറുകളെ അനുസരിക്കരുത്. അപ്പോ എന്താണ്? കർമ്മം അഥവാ ഒബ്ജക്റ്റ് ആണ്. ലാ തുതിഇ നീ അനുസരിക്കരുത്, നീയാണ് കർത്താവ്. ലാ തുതിഇലുള്ള അൻതയാണ് കർത്താവ്. കാഫിരീൻ എന്താണ്? ഒബ്ജക്റ്റ് ആണ് അഥവാ കർമ്മമാണ്. അവിടെ കർമ്മത്തിന്റെ അടയാളമായ ഫത്തഹ് കൊടുക്കുന്നതിന് പകരം ഈനയാണ് വരിക. അതേപോലെ വൽ മുനാഫിഖീന വാ കൊണ്ട് കാഫിരീനിലേക്ക് ബന്ധപ്പെടുത്തിയപ്പോൾ മുനാഫിഖീനയ്ക്ക് ഈന വന്നു. അവിടെ എന്താണ്? ഫത്തഹ് ചെയ്യപ്പെട്ട അവസ്ഥയിൽ ഈനയാണ് വരിക. ഇന്നല്ലദീന ഫതനുൽ മുഅ്മിന, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിന വിശ്വാസിയെ മർദ്ദിച്ചവർ. അപ്പൊ എന്തായി? ഫതനുൽ മുഅ്മിന. അപ്പൊ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഫതനുവിന്റെ ഒബ്ജക്റ്റ് ആണ് എന്ത്? അൽ മുഅ്മിന. അപ്പൊ ഏകവചനമാണെങ്കിൽ ഫത്തഹ് വെളിവാകുമെങ്കിൽ ബഹുവചനമാണെങ്കിൽ ഫത്തഹ് വെളിവാകുന്നത് ഈനയുടെ രൂപത്തിലാണ് എന്ന് പറയാം. ഓക്കെ. സനസീദുൽ മുഹ്സിന ഏകവചനമാണെങ്കിൽ സനസീദു നസീദു നാം വർദ്ധിപ്പിച്ചു കൊടുക്കും. അൽ മുഹ്സിന അപ്പം മുഹ്സിന എന്ന ഫത്തഹ് വരേണ്ട സ്ഥാനത്ത് ബഹുവചനമാകുമ്പോൾ എന്ത് വരും? മുഹ്സിനീന എന്ന് വരും. ഫത്തഹ് വരേണ്ട സ്ഥാനത്ത് മുഹ്സിനീന എന്ന് വരും. അപ്പൊ എന്ത് ചെയ്തു? ഈന കൊണ്ട് ഫത്തഹ് ചെയ്തു. അതേപോലെ ബശിരി സ്വാബിറ ഏകവചനമാണെങ്കിൽ ഫത്തഹ് വെളിവാകുമെങ്കിൽ ബഹുവചനമാകുമ്പോൾ ബശിരി സ്വാബിരീന. ഏകവചനത്തിന് ഫത്തഹ് വരുമ്പോൾ ബഹുവചനത്തിന് ഇത് വരുമെന്നല്ല പറയേണ്ടത്. ഏകവചനത്തിൽ ഫത്തഹ് വെളിവാകും, ബഹുവചനത്തിൽ വരുമ്പോൾ ഈന കൊണ്ടാണ് ഫത്തഹ് ചെയ്യപ്പെടുക. ഈന കൊണ്ടാണ് ഫത്തഹ് ചെയ്യപ്പെടുക. ലാ യനാലു അഹ്ദി ളാലിമ, ലാ യനാലു എത്തുകയില്ല, അൽ അഹ്ദി എന്റെ കരാർ, അള്ളാലിമ അക്രമിക്ക്. അപ്പൊ എന്താണ്? അക്രമി എന്നത് ഒബ്ജക്റ്റ് ആണ്. എന്ത് ചെയ്തു? ഫത്തഹാണ് വരേണ്ടത്. അവിടെ ഏകവചനത്തിൽ ഫത്തഹ് വെളിവാകും. അതേസമയം ബഹുവചനം വരുമ്പോൾ ലാ യനാലു അഹ്ദി ളാലിമീന, ലാ യനാലു ളാലിമീന. അപ്പോ ലാലിമീന ഈന കൊണ്ടാണ് ഫത്തഹ് ചെയ്യപ്പെടുക. അപ്പോ ഫത്തഹ് ചെയ്യപ്പെടുന്ന സംഭവം കഴിഞ്ഞു. ഈന കൊണ്ടാണ് ഫത്തഹ് ചെയ്യുക. ഓക്കെ. അടങ്ങട്ടെ, ബാക്കി അടുത്ത പ്രാവശ്യം പഠിക്കാം. ഓക്കെ. ഇടയ്ക്ക് വീഡിയോ ഇട്ടൊന്നും കാണുന്നില്ലേ? കാണുന്നില്ല തോന്നല്ലേ? കാണുന്നുണ്ട്.